Hi dears, good morning. Again we are in our politics. Last day we discussed about the national political parties of India. Today we need to study about our state parties. The listen to the Did you read what we studied in the last day? Many of you didn't read, I know that. Then always I told you, saying that you are in 10th standard, study well, try to study. Otherwise, in school opening, we can't say about that. അത് കഴിഞ്ഞിട്ട് പഠിക്കാന്നുള്ള അതാണെന്നുണ്ടെങ്കിൽ അത് വേണ്ട, ഇപ്പം തന്നെ പഠിച്ച് സ്റ്റാർട്ട് ചെയ്യുക. അതല്ലെങ്കിൽ യു കാൺ സ്റ്റഡി ഫുൾ. ഓക്കെ ഓക്കെ ലിസൺ. നെക്സ്റ്റ് വി നീഡ് ടു സ്റ്റഡി അബൌട്ട് സ്റ്റേറ്റ് പാർട്ടീസ്. Up to that we studied about national political parties. Next we need to study state political parties. Other than these six parties, most of the major parties of the country are classified by the election commission as state parties. ഈ ആറ് പൊളിറ്റിക്കൽ പാർട്ടീസിന് പുറമെയുള്ള പാർട്ടീസിനെല്ലാം മിക്ക പാർട്ടീസിനെയും ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ കൺസിഡേർഡ് ആസ് സ്റ്റേറ്റ് പാർട്ടീസ്. ദീസ് ആർ കോമൺലി റെഫേർഡ് ടു ആസ് regional parties. The state parties has another name too, commonly we can call that is regional parties. Yet these parties need not be regional in their ideology or outlook. Regional parties ആണ് സ്റ്റേറ്റ് പാർട്ടീസ് ആണെന്നുണ്ടെങ്കിലും അവരുടെ ഐഡിയോളജി എന്ന് പറയുന്നത് റീജിയണലി ആവണമെന്നില്ല. ഓക്കെ, ഇന്ത്യയെ ഫുൾ ഓഫ് ബേസ് ചെയ്യുന്നതായിരിക്കാം. ഓക്കെ, ദേ ആർ കോമൺലി റെഫേർഡ് ടു ആസ് regional parties. Yet these parties need not be regional in their ideologies or outlook. Some of these parties are all India parties that happen to have succeeded only in some states. Some of these regional parties are all India parties. All India parties എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ എല്ലായിടത്തും അതിന് സപ്പോർട്ടേഴ്സ് ഉണ്ടായിരിക്കും. ബട്ട് ചില സ്റ്റേറ്റ്സിൽ മാത്രമേ അതിന് സക്സസ് ആവാൻ പറ്റുന്നുള്ളൂ എന്നുള്ള അത്തരത്തിലുള്ള സ്റ്റേറ്റ് പാർട്ടീസാണ് സ്റ്റേറ്റ് പാർട്ടീസ്. Parties like the Samajwadi Party, Samada Party and Rashtriya Janata Dal have national level political organization with units in several states. അതുപോലെ ഓൾ ഇന്ത്യ പാർട്ടീസ് ആണ്, നാഷണൽ ലെവലിൽ അതിന് ഓർഗനൈസേഷൻ ഉണ്ട്. ചില സ്റ്റേറ്റ്സിൽ മാത്രമേ സക്സസ് ആവാൻ പറ്റുള്ളൂ എന്നുള്ള സ്റ്റേറ്റ്സ് ആണ്. ഫോർ എക്സാമ്പിൾ വിച്ച് സമാജ്വാദി പാർട്ടി, സമത പാർട്ടി ആൻഡ് Rashtriya Janata Dal. They have national level political organization with units in several states. Some of these parties like Biju Janata Dal, Sikkim Democratic Front and Mizo National Front are conscious about their state identity. Yes, conscious about അവർ ഫേമസ് ആണ്, അറിയപ്പെടുന്നു. ഓരോ സ്റ്റേറ്റ്സിലും ഉള്ള എന്താണ് ഓരോ സ്റ്റേറ്റ്സിലും ഐഡൻറ്റിറ്റി ഉള്ളത് കാരണം. എന്തൊക്കെ? ബിജു ജനതാദൾ, സിക്കിം Democratic Front are conscious about their state identity. Over the last 3 decades, the number and strength of these parties has expanded. This made the Parliament of India politically more and more diverse. കഴിഞ്ഞ 30 വർഷങ്ങളായിട്ട് the number of and strength, these regional political parties in number increased, strength അവയുടെ പവർ increased, and these parties have expanded. This made the Parliament of India politically more and more diverse. Indian Parliament എന്ന് പറയുമ്പോൾ ഒന്നോ രണ്ടോ പാർട്ടികളല്ല, സെവറൽ പൊളിറ്റിക്കൽ പാർട്ടീസ് ആയിട്ടുള്ള റൂളിംഗ് അലയൻസും അതുപോലെ ഓപ്പോസിഷൻ അലയൻസും ആയിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട്. No one national party is able to secure on its own majority in ലോക്സഭ. ലോക്സഭയിൽ 2004 അവസാനം കോൺഗ്രസ് പാർട്ടി സ്വന്തം ഭൂരിപക്ഷത്തോട് കൂടിയിട്ട് ജയിച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ടുള്ള ഇലക്ഷനിലെല്ലാം ഓരോ പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ സപ്പോർട്ടോട് കൂടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ജയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന UPA, യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻസ് അല്ല നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് NBA. So these alliance too, which
എന്താണ് ഒരുപാട് പൊളിറ്റിക്കൽ പാർട്ടീസ് ഫോം ചെയ്തിട്ടുള്ളതാണ്. അത് BJP ആണ് മെയിൻ പാർട്ടി എന്നുള്ളതും അതിൻ്റെ കൂടെ മെയിൻ ഒരുപാട് പൊളിറ്റിക്കൽ പാർട്ടീസ് ഫോം ചെയ്തിട്ടുള്ള ഗവൺമെൻറ്റാണ് നൗ. സോ അതാണ് നമ്മുടെ പാർലമെൻറ്റ് പൊളിറ്റിക്കലി മോർ ആൻഡ് മോർ ഡൈവേഴ്സ് ആണെന്ന് പറയാൻ കാരണം. ഇവയെല്ലാം ഈ യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻസിനെ അല്ലേ എന്താണ് NDA നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് എന്ന് പറഞ്ഞാൽ BJP മെയിൻ പാർട്ടീസ്, സെവറൽ റീജിയണൽ പാർട്ടീസ്, പൊളിറ്റിക്കൽ പാർട്ടി, സ്റ്റേറ്റ് പാർട്ടീസ് സപ്പോർട്ട് ചെയ്തിട്ടാണ് അവരവരെ റൂൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. സോ നോ വൺ പാർട്ടി നാഷണൽ പാർട്ടി ഈസ് ഏബിൾ ടു സെക്യൂർ ഓൺ ഇറ്റ്സ് ഓൺ മെജോറിറ്റി ലോക്സഭയിൽ അതിൻ്റെ മാത്രം മെജോറിറ്റിയോട് കൂടിയിട്ട് ഏതൊരു പൊളിറ്റിക്കൽ പാർട്ടീസിനും ഗവൺമെൻറ് ഫോം ചെയ്യാൻ പറ്റുന്നില്ല. ആസ് എ റിസൾട്ട് the national parties are compelled to form alliance with the state parties. അതുകൊണ്ട് ഫോം ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് സ്റ്റേറ്റ് പാർട്ടീസുമായിട്ട് അലയൻസ് മേക്ക് ചെയ്യും ബിഫോർ ദ ഇലക്ഷന് മുമ്പേ തന്നെ നമ്മൾ ഒന്നായിട്ട് ഇലക്ഷനിൽ ജോയിൻ ചെയ്തിട്ട് ഇലക്ഷനിൽ കിട്ടിയിട്ട് റൂൾ എന്താണ് ഗവൺമെൻറ് ഫോം ചെയ്യാന്നുള്ളത് അലയൻസ് മേക്ക് ചെയ്യുന്നു. സോ സിൻസ് 1996 nearly every one of the state parties has got an opportunity to be a part of one or the other national level coalition government. 1996 തൊട്ട് ഓൾമോസ്റ്റ് എവരി പൊളിറ്റിക്കൽ പാർട്ടീസിനും റൂളിംഗ് പാർട്ടിയുടെ കൂടെ നിന്നിട്ട് അതിൻ്റെ ഭാഗമാക്കാൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗമാക്കാൻ ആകാൻ പറ്റുന്നുണ്ട്. സോ ദിസ് ഹാസ് കോൺട്രിബ്യൂട്ടഡ് ടു ദ സ്ട്രെങ്തനിങ് ഓഫ് ഫെഡറലിസം ആൻഡ് ഡെമോക്രസി ഇൻ അവർ കൺട്രി. നമ്മുടെ കൺട്രിയുടെ ഡെമോക്രസിയെയും അതുപോലെ ഫെഡറലിസത്തെയും ശക്തിപ്പെടുത്താൻ ഇറ്റ് ക്യാൻ യൂസ്. See the map of the next page for detail of these parties. റീജിയണൽ പൊളിറ്റിക്കൽ പാർട്ടീസിനെ കുറിച്ച് വൺ വേർഡ് ചോദിക്കാറുണ്ട്. അപ്പോൾ നെക്സ്റ്റ് മാപ്പിൽ ഏതെല്ലാം സ്റ്റേറ്റ്സിലാണ് ഏതെല്ലാം റീജിയണൽ പൊളിറ്റിക്കൽ പാർട്ടീസ് എന്നുള്ളത് നിങ്ങൾ നോട്ട് ചെയ്യണം, പഠിക്കണം. ഓക്കെ, ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് 2 paragraphs? Again listen to that. Other than these 6 parties, most of the major parties of the country are classified by the Election Commission as state parties. These are commonly referred to as regional parties. Yet, these parties need to be regional in their ideology or outlook. Some of these parties are all India parties that happen to have succeeded only in some states. Parties like Samajwadi Party, Samada Party and Rashtriya Janata Dal have national level political organization with units in several states. Some of these parties like Biju Janata Dal, Sikkim Democratic Front and Mizo National Front are conscious about their state identity. Over the last 3 decades, the number and strength of these parties have expanded. This made the Parliament of India politically more and more diverse. No one national party is able to secure on its own majority in Lok Sabha. Then, as a result, the national parties are compelled to form alliance with the state parties. Since 1996, nearly every one of the state parties has got an opportunity to be a part of one or the other national level coalition government. This has contributed to the strengthening of federalism and democracy in our country. See the map. The next page you should note which are the states and its regional parties. Okay. The next topic we need to study about challenges to political parties. Before that, you can see Jammu and Kashmir National Conference, Jammu Kashmir National Panthers Party, Jammu and Kashmir People's Democratic Party. അത്രയും പൊളിറ്റിക്കൽ പാർട്ടീസാണ് ജമ്മു ആൻഡ് കാശ്മീരിലുള്ളത്. ദെൻ ഉത്തരാഖണ്ഡ് ക്രാന്തി ദൾ, ദെൻ പഞ്ചാബ് ശിരോമണി അകാലിദൾ, ഹരിയാന ഇന്ത്യൻ നാഷണൽ ലോക് ദൾ, ദെൻ ഉത്തർപ്രദേശ് രാഷ്ട്രീയ ലോക് ദൾ, സമാജ്വാദി പാർട്ടി, ദെൻ മധ്യപ്രദേശ് ഉത്തരാഖണ്ഡ് അല്ലേ, മധ്യപ്രദേശിലും ഉത്തരാഖണ്ഡിലും കൂടി രാഷ്ട്രീയ ഏതാണ് സമാജ്വാദി പാർട്ടിയാണുള്ളത്. ദാറ്റ് ഈസ് സെയിങ് ദൾ. ഓക്കെ, നെക്സ്റ്റ് ബീഹാർ ജനതാദൾ യുവിൽ ജാർഖണ്ഡിലും നാഗാലാൻഡിലും ഉണ്ട്. നെക്സ്റ്റ് ബീഹാറിൽ വൺ മോർ പാർട്ടി ലോക് ജൻ ശക്തി പാർട്ടി. നെക്സ്റ്റ് രാഷ്ട്രീയ ജനതാദൾ ജാർഖണ്ഡ് ടു. നെക്സ്റ്റ് സിക്കിമിൽ സിക്കിം ഡെമോക്രാറ്റിക് ഫ്രണ്ട് എന്ന് പറഞ്ഞ പൊളിറ്റിക്കൽ പാർട്ടിയാണ്. അരുണാചൽ കോൺഗ്രസ് ആണ്. നെക്സ്റ്റ് നാഗാലാൻഡ് പീപ്പിൾസ് ഫ്രണ്ട് ആണ്.
നെക്സ്റ്റ് ആസാം. ആസാമിലെ ആസാം യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് ആൻഡ് ആസാം ഗണ പരിഷത്ത്. നെക്സ്റ്റ് മണിപ്പൂർ. മണിപ്പൂർ പീപ്പിൾസ് പാർട്ടിയാണ്. ദെൻ മിസോറാമിൽ മിസോറാം പീപ്പിൾസ് കോൺഫറൻസ്. ദെൻ സോറാം നാഷണൽ പാർട്ടി. ദെൻ മിസോ നാഷണൽ ഫ്രണ്ട്. ഇത്രയും പൊളിറ്റിക്കൽ പാർട്ടീസാണ്. ദെൻ നെക്സ്റ്റ് ത്രിപുരയിൽ ഇൻഡിജിനസ് നാഷണലിസ്റ്റ് പാർട്ടി ഓഫ് ത്രിപുര. ദെൻ നെക്സ്റ്റ് മേഘാലയയിലെ മേഘാലയ ഡെമോക്രാറ്റിക് പാർട്ടി, യുണൈറ്റഡ് ഡെമോക്രാറ്റിക് പാർട്ടി. ദെൻ നെക്സ്റ്റ് വെസ്റ്റ് ബംഗാൾ ഫോർവേഡ് ബ്ലോക്ക് റെവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി. ദെൻ തൃണമൂൽ കോൺഗ്രസ് മേഘാലയയിലും കൂടിയുണ്ട് കേട്ടോ. ദെൻ നെക്സ്റ്റ് ജാർഖണ്ഡ് മുക്തി മോർച്ച ഒറീസയിലും കൂടിയുണ്ട് സ്റ്റേറ്റ് പൊളിറ്റിക്കൽ പാർട്ടീസ്. ഓക്കെ. ദെൻ നെക്സ്റ്റ് ആന്ധ്രാപ്രദേശിൽ തെലുങ്കുദേശം പാർട്ടി, തെലുങ്കാന രാഷ്ട്ര സമിതി. ടു പൊളിറ്റിക്കൽ പാർട്ടീസാണ്. ദെൻ നെക്സ്റ്റ് പോണ്ടിച്ചേരി യൂണിയൻ ടെറിട്ടറിയാണ്. അതായത് പോണ്ടിച്ചേരി വിച്ച് മോർച്ച കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയാണ് അവിടെയുള്ളത്. നെക്സ്റ്റ് പൊളിറ്റിക്കൽ പാർട്ടി ദാറ്റ് ഈസ് ശിവസേന ഇൻ മഹാരാഷ്ട്ര. ഗോവ യുണൈറ്റഡ് ഗോഡ്സ് ഡെമോക്രാറ്റിക് പാർട്ടി ആൻഡ് ഓൾസോ മഹാരാഷ്ട്രപതി ഗോവാൻസ് പാർട്ടി. നെക്സ്റ്റ് കർണാടക ജനതാദൾ. കേരള ടു ഹാസ് ജനതാദൾ. ഓക്കെ. നെക്സ്റ്റ് തമിഴ്നാട് ഹാസ് ഓൾ ഇന്ത്യ ദ്രാവിഡ മുന്നേറ്റ കഴകം എന്നുള്ള അതിൻ്റെ ഫുള്ള് ഓൾ ഇന്ത്യ അണ്ണ DMK. ദെൻ ദ്രാവിഡ മുന്നേറ്റ കഴകം. ഈ ഓൾ ഇന്ത്യ അണ്ണ DMK പോണ്ടിച്ചേരിയിലും, അതുപോലെ ദ്രാവിഡ മുന്നേറ്റ കഴകം ടു പോണ്ടിച്ചേരി. ദ നെക്സ്റ്റ് പട്ടാളി മക്കൾ കക്ഷി അല്ലേ, ദാറ്റ് ഈസ് പോണ്ടിച്ചേരി ടു. ദെൻ മരുമലാർച്ചി ദ്രാവിഡ മുന്നേറ്റ കഴകം. ദീസ് ആർ ദി പൊളിറ്റിക്കൽ പാർട്ടീസ് ഓഫ് തമിഴ്നാട്. നെക്സ്റ്റ് കേരള ഇന്ത്യൻ ഫെഡറൽ ഡെമോക്രാറ്റിക് പാർട്ടി, കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ്, ദെൻ മുസ്ലിം ലീഗ്. ഇത്രയും പാർട്ടീസാണ് കേരളത്തിലുള്ളത്. ഹൗ യു അണ്ടർസ്റ്റാൻഡ്? ദീസ് ആർ ദ റീജിയണൽ പൊളിറ്റിക്കൽ പാർട്ടീസ് ഓഫ് ഇന്ത്യ. Did you understand? Okay. Next we need to study about the topic that is challenges to political parties. Challenges to political parties എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കൽ പാർട്ടീസ് ഫേസ് ചെയ്യുന്ന ബുദ്ധിമുട്ടുകൾ. Okay. What about that? We have seen how crucial political parties are for the working of democracy. അല്ലേ, ഡെമോക്രസിയുടെ വർക്കിങ്ങിന് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് പൊളിറ്റിക്കൽ പാർട്ടീസ് ദാറ്റ് വി സോ. Since parties are the most visible face of democracy, it is a natural that people blame parties for whatever is wrong with the working of democracy. പൊളിറ്റിക്കൽ പാർട്ടി എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ ഒരു വിസിബിൾ ഫേസ് ആണ്. വിസിബിൾ ഫേസ് കാണുന്നൊരു മുഖമാണ് പൊളിറ്റിക്കൽ പാർട്ടിയായിട്ട് കൺസിഡർ ചെയ്യുന്നത് അല്ലേ. സോ ഇഫ് ദർ ഈസ് എനി മിസ്റ്റേക്ക് വിത്ത് ഡെമോക്രസി അല്ലെങ്കിൽ വർക്കിംഗ് ഓഫ് ഡെമോക്രസി, ദ പീപ്പിൾ ആർ ബ്ലെയിമിങ് പൊളിറ്റിക്കൽ പാർട്ടീസ്. അതായത് പൊളിറ്റിക്കൽ ഡെമോക്രസിയുടെ കാണുന്നൊരു മുഖമാണ് പൊളിറ്റിക്കൽ പാർട്ടീസ് എന്നുള്ളതുകൊണ്ട് പൊളിറ്റിക്കൽ പാർട്ടീസിനെ എന്ത് പറയും, കുറ്റം പറയും ബിക്കോസ് ഓഫ് എനി മിസ്റ്റേക്ക് അല്ലേ. ഓൾ ഓവർ ദ വേൾഡ് പീപ്പിൾ എക്സ്പ്രസ് സ്ട്രോങ് ഡിസാറ്റിസ്ഫാക്ഷൻ വിത്ത് ദ ഫെയിലിയർ ഓഫ് പൊളിറ്റിക്കൽ പാർട്ടീസ് ടു പെർഫോം ദെയർ ഫങ്ഷൻ അല്ലേ. ഇന്ത്യയിൽ മാത്രമല്ല എല്ലായിടത്തും പൊളിറ്റിക്കൽ പാർട്ടീസിന് ആയിട്ട് ആളുകൾക്ക് ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ട് ബിക്കോസ് ദേ ഡോണ്ട് പെർഫോം ദെയർ functions well and good. This is in the case our country too. Popular dissatisfaction and criticism has focused on 4 problem areas in working of political parties. അങ്ങനെ ഇന്ത്യയിലെ പൊളിറ്റിക്കൽ പാർട്ടീസ് ആയിട്ട് അവരുടെ പോപ്പുലർ ഡിസാറ്റിസ്ഫാക്ഷൻ, ആളുകൾക്ക് അവരോടുള്ള അതൃപ്തി, ക്രിറ്റിസിസം എതിർപ്പും കാരണം 4 കാരണങ്ങളായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. പൊളിറ്റിക്കൽ പാർട്ടീസ് നീഡ് ടു ഫേസ് ആൻഡ് ഓവർകം ദീസ് ചാലഞ്ചസ്. ആ 4 ചലഞ്ചസ് ഓഫ് പൊളിറ്റിക്കൽ പാർട്ടീസ് എന്നതാണ് അറിയപ്പെടുന്നത്. ചോദിക്കാറുണ്ട് എക്സാമിന്, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. 5 മാർക്ക് 3 മാർക്ക് 1 മാർക്ക് യു ക്യാൻ എക്സ്പെക്ട്. ഓക്കെ, സോ പൊളിറ്റിക്കൽ പാർട്ടീസ് നീഡ് ടു ഫേസ് ആൻഡ് ഓവർകം ദീസ് ചലഞ്ചസ്. ഈ ചലഞ്ചസ് ഫേസ് ചെയ്യണം, ഓവർകം ചെയ്യണം ഇൻ ഓർഡർ ടു റിമെയിൻ എഫക്റ്റീവ് ഇൻസ്ട്രുമെൻറ്റ് ഓഫ് ഡെമോക്രസി. ഓവർകം ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ ചലഞ്ചസ് ഒഴിവാക്കി നല്ലൊരു പൊളിറ്റിക്കൽ പാർട്ടീസായിട്ട് ഫോം ചെയ്യുന്നതാണ്.
First challenge is that lack of internal democracy. Second challenge is that dynasty succession. Third, money and muscle power. Next, there is no a meaningful choice, that we can study in detail in the next class. So now we studied about the introduction of which challenges of political parties. In detail study we can study in later. So today we studied only about the state parties and what are the state parties of India that you should study for the coming day. Okay, thank you.